ജയരാജന്റെ ആത്മകഥാ പ്രസിദ്ധീകരണ വിവാദത്തിൽ പബ്ലിക്കേഷൻസ് വിഭാഗം മാനേജർ AV ശ്രീകുമാറിനെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം പ്രസിദ്ധീകരണത്തിന് കരാർ ഉണ്ടായിരുന്നില്ലെന്ന വാദം DC ബുക്സ് തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന് വിശദീകരണം. വിഷയത്തിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നും DC ബുക്സ് വ്യക്തമാക്കി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, എന്തായാലും ഒടുവിൽ DC ബുക്സിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ ആത്മകഥ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികളിൽ പബ്ലിക്കേഷൻ മാനേജറിന് വീഴ്ച ഉണ്ടായി എന്ന് DC ഇതിലൂടെ സമ്മതിക്കുകയാണ്. പക്ഷെ അതേസമയം കരാർ ഇല്ലായിരുന്നു എന്ന വാദം തള്ളുകയും ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നടപടി ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിനെയാണ് DC ബുക്സ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജയരാജന്റെ പരാതിയിൽ പ്രസാധക സ്ഥാപനത്തിന്റെ ഉടമ രവി DCയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അടിയന്തര നടപടിയിലേക്ക് ഇപ്പോൾ DC ബുക്സ് കടന്നിരിക്കുന്നത്. EP ജയരാജന്റെ ആത്മഹത്യയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾക്കെതിരെയാണ് ഇപ്പോൾ DC ബുക്സ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ ഈ ഒരു മൊഴി രേഖപ്പെടുത്തുന്നതിന് രവി DC അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള കരാറിൽ ഏർപ്പെട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലൊരു വിശദീകരണവുമായാണ് DC ബുക്സ് രംഗത്ത് വന്നിരിക്കുന്നത്. കരാറില്ലെന്ന് മൊഴി നൽകിയെന്ന വാർത്ത അത് അടിസ്ഥാനരഹിതമാണ്. ഒപ്പം തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ EP-യുമായി ധാരണയുണ്ടെന്ന സൂചന പുതിയ വിശദീകരണത്തിലൂടെ DC ബുക്സ് നൽകുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് DC ബുക്സ് കടന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ നൽകിയ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് മൊഴി കൃത്യമായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ്. മറ്റ് കാര്യങ്ങൾ അത് പുറത്തു പറയാൻ സാധിക്കില്ല. അതിലെല്ലാം തന്നെ മൊഴി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമാണ് എന്നും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ 170ഓളം പേജുകളുള്ള ആ ഒരു ഡോക്യുമെന്റ് അത് പുറത്തു വന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു അടിയന്തര നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് EP ജയരാജൻ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് താൻ ഒരു തരത്തിലും കരാറ് DC ബുക്സുമായി ഏർപ്പെട്ടിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് EP പറഞ്ഞത്. പക്ഷെ അത് തള്ളിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് DC ബുക്സ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആര്യ, ശരി. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.